കോഴിക്കോട് പോയത് തിന്നാനാണെന്ന് ചോദിച്ചവർക്ക് അത് ഞങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയത്. അപ്പോൾ ഉപ്പിലിട്ടത് തന്നെ പലതരം ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചൗചൗവൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളാണ്, അത് കിടിലൻ. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്ന് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഐസ് ഒരത്തിയാണ് കഴിച്ചത്. അതും കിടലിനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ കൂടെ വന്നവർക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായതിൽ കിടലിനായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചത് സ്ട്രോബെറി വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. അതും നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കോഴിക്കോട് പോയാൽ മെയിനായിട്ടും കഴിക്കേണ്ടത് എന്താണ്, കല്ലുമ്മക്കായാണ്. അപ്പോൾ ഞങ്ങൾ അതും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെടില്ല എന്നാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, പൊതുവേ എനിക്ക് മീനിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാടമുട്ട ട്രൈ ചെയ്യാതെ നോക്കി. അങ്ങനെ കാടമുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പ് പിന്നെ എല്ലാത്തിനും ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിട്ടാ. പിന്നെ നല്ല കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ തന്നെ നല്ല മുളക് ബജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഷുഗർ സിസ്റ്ററിൽ പോയിട്ട് അവിടെ നിന്ന് നല്ലൊരു റോസ് മിൽക്കിൻ്റെ ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളൊരു ചോക്ലേറ്റ് മൂസ് കേക്കും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും അടിപൊളിയാണ്. വേർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈമിലൊക്കെ നമുക്ക് പോയിട്ട് കഴിക്കാവുന്നതാണ്. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല കിടിലൻ മുന്തിരി ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സും അൽവയും അതുപോലെ തന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി മിച്ചറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ കിടിലൻ റഹ്മത്തിത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും അടയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിട്ട് പുറത്തുനിന്ന് KFC കഴിച്ചു. അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൽ നിന്ന് തന്നെ കൊശ്ശരി ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ കിടിലനായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട, തിന്ന് മടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഐശ്വര്യത കഴിക്കാൻ തോന്നി. അപ്പോൾ അവിടെ പോയി.